Hi, hello all. Welcome to Jaya Thomas vlog. First of all, thank you to each and every one of you who has liked and commented on my previous video. കാരണം കഴിഞ്ഞ ഇതിന് തൊട്ട് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോ ഒത്തിരി പേര് കണ്ടു. ഒത്തിരി കമന്റ്സ് ഒക്കെ എനിക്ക് കിട്ടി. ഐ ഫെൽറ്റ് എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കുറച്ച് റീച്ച് കിട്ടുന്നതും കുറച്ച് പേരൊക്കെ കമന്റ് ഒക്കെ ചെയ്യുന്നതും ഒക്കെ. എനിക്ക് ഭയങ്കര എന്താ പറയുന്ന ചില കമന്റ്സ് ഒക്കെ ലൈക്ക് ഒന്ന് രണ്ട് പാരഗ്രാഫ് ഒക്കെ ഉള്ള ഒരു കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു, 3-4 കമന്റ്സ് ഒക്കെ. അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. കാരണം നിങ്ങൾക്ക് എന്നെ ആ ഒരു വീഡിയോ കൂടെ മാത്രമേ പരിചയമുള്ളൂ. ലൈക്ക് ഒരു 10-15 മിനിറ്റോ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്നെ പരിചയമുള്ളത്. എന്നിട്ട് പോലും 2 പാരഗ്രാഫ് ഒക്കെ ഉള്ള കമന്റ് ഒക്കെ എഴുതുക എന്ന് വെച്ചാൽ അതിന് കുറെ സമയം എടുക്കും. അതിനുവേണ്ടി നിങ്ങൾ മെനക്കെട്ടിരുന്ന് അത് എഴുതി നിങ്ങളുടെ കൺസേൺസ് ഒക്കെ പറഞ്ഞ് ഒക്കെ ചെയ്തത് എനിക്ക് ഭയങ്കര ഐ ഫെൽ റിയലി ഓവർവെൽംഡ് ആൻഡ് ലൈക്ക് ഐ ഡോണ്ട് നോ. കാരണം ഞാനും ഒത്തിരി പേരുടെ ഇങ്ങനെ ഒത്തിരി പേരുടെ അല്ല, 1-2 യൂട്യൂബ് ബ്ലോഗ്സ് ഞാൻ ഇങ്ങനെ രണ്ടുപേരുടെ ഇങ്ങനെ കണ്ടിന്യൂസ് സ്ഥിരമായിട്ട് കാണുന്നതുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് അല്ല, കൺസിസ്റ്റന്റ് ആയിട്ട്. ചില വ്ളോഗ്സ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് അവർക്ക് കമന്റ് എഴുതണമെന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ എനിക്ക് മടിയാണ് എഴുതാനായിട്ട്. ലൈക്ക് അത്രയൊക്കെ എഴുതി പിടിപ്പിക്കണ്ടേ, അപ്പൊ ഞാൻ ചെയ്യത്തില്ല. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നവരുടെ വീഡിയോസ് ആയിട്ട് പോലും. പക്ഷേ നിങ്ങള് കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോ കൂടെ മാത്രമാണ് നിങ്ങൾക്ക് എന്നെ പരിചയമുള്ളത്. എന്നിട്ട് പോലും നിങ്ങളുടെ സമയമൊക്കെ മെനക്കെടുത്തി കമന്റ് ഒക്കെ അറിയിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഓക്കെ, അപ്പം അതാണ്. പിന്നെ ഒരു 10-50-60 കമന്റ്സ് ഒക്കെ ഉണ്ട്. അതില് ഒരു കമന്റ് മാത്രം ലൈക്ക് നെഗറ്റീവ് കമന്റ് എന്നല്ല. അപ്പൊ നെഗറ്റീവ് കമന്റിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെയല്ല കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ആ കമന്റ് വേറൊന്നുമില്ല. ആ കമന്റ് ഇങ്ങനെ ആയിരുന്നു: ഒരു സയന്റിസ്റ്റ് ഇങ്ങനെ ആ ഒരു പുച്ഛം, സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പുച്ഛവും അങ്ങനെയൊക്കെ ഉള്ളൊരു കമന്റ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു. കറക്റ്റ് അതിന്റെ വേർഡിങ്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അത് നെഗറ്റീവ് കമന്റ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെയൊന്നും ഇരിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ലൈക്ക് നെഗറ്റീവ് കമന്റിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ല ഞാൻ ഇത് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു സയന്റിസ്റ്റ് വന്നിരിക്കുന്നു, സയന്റിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമന്റ്. അപ്പൊ അതെന്നെ മാത്രം ഹെർട്ട് ചെയ്യുന്ന ഒരു കമന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഐ ഫീൽ റെസ്പോൺസിബിൾ ടു റിയാക്ട് ചെയ്യാനല്ല, ഈ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫുൾ കമ്മ്യൂണിറ്റീനെ അതൊരു ചെറിയ രീതിയിൽ ഒരു ഇതാക്കിയ പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഓർത്തു ഐ ഷുഡ് മേക്ക് ഇറ്റ് ക്ലിയർ ലൈക്ക് വാട്ട് ഈസ് എ സയന്റിസ്റ്റ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നിങ്ങൾ ഇതാരും ഞാൻ വലിയ സയന്റിസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതായിട്ടൊന്നും ആരും കരുതരുത്. കാരണം എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് ഈസ് ഓൾ ഔട്ട് ഓഫ് മൈ പാഷൻ. ഇപ്പൊ ഞാനൊരു 300 വീഡിയോസോളം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോയിലും വന്നിട്ട് ഞാൻ സയന്റിസ്റ്റ് ആണ്, ഞാൻ അമേരിക്കയിൽ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒന്നും ഞാൻ ഒരിക്കലും പറയാറില്ല. കാരണം ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോസ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം തന്നെ എനിക്ക് കുറച്ചൊന്ന് മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ കേരളമായിട്ടൊന്ന് ടച്ചിൽ നിൽക്കാനും. കാരണം ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ, ഇവിടെ ആയിരിക്കുമ്പം ലൈക്ക് യൂഷ്വലി 24 hours ഇല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ നാടുമായിട്ട് ടച്ചിൽ നിൽക്കാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പം എന്റെ ചുമ്മാ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗ്, പിന്നെ എന്തെങ്കിലും കുട്ടി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് കാരണം തന്നെ എന്റെ പ്രൊഫഷനും എന്റെ പാഷനും ഞാൻ ഒരിക്കലും മിക്സ് ചെയ്യാറില്ല. അത് അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ സയന്റിസ്റ്റ് ആണെന്ന് പറയുവോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ കഴിഞ്ഞ എന്റെ ഒരു വീഡിയോയില് ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തില് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ലൈക്ക് ഐ എം എ സയന്റിസ്റ്റ് ഹിയർ എന്ന് പറയേണ്ടി വന്നു. കാരണം അതിന് മുന്നേ കുറെ വീഡിയോസിന്റെ അടിയിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ കമന്റ് വരാറുണ്ടായിരുന്നു, ലൈക്ക് നേഴ്സ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആദ്യമായിട്ടൊന്ന് പറഞ്ഞാണ് കേട്ടോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ. അപ്പൊ ആ ഒരു കമന്റ് ചില ആൾക്കാർക്ക് ചെറുതായിട്ടൊന്ന് ഒഫൻഡഡ് ആയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ചെറിയൊരു പുച്ഛം എവിടെയോ വന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, അത് എന്നെ പുച്ഛിക്കുന്നതല്ല, ഹോൾ സയന്റിസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് അതൊരു ഞാൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ സയന്റിസ്റ്റ് എന്ന് മാത്രമല്ല, ഈച്ച് ആൻഡ് എവറി പ്രൊഫഷൻ എന്താ പറയുന്ന അതിന് അതിൻ്റെതായിട്ടുള്ള വിലയും ക്രെഡിബിലിറ്റിയും വാല്യൂ എല്ലാം ഉണ്ട്. അപ്പൊ ഞാനൊരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇപ്പം സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചുമ്മാ ഇരുന്നപ്പം ആരെങ്കിലും എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എനിക്ക് പിന്നെ വെറുതെ ഇരിക്കുമല്ലേ സയന്റിസ്റ്റ് ആയിക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്ത് തലയിൽ വെച്ച് തന്ന കാര്യമൊന്നുമല്ല സയന്റിസ്റ്റ് എന്നുള്ളത്. അതിന്റെ പിന്നിൽ ഒരു കുറേ വർഷങ്ങളുടെ കഠിനാധ്വാനവും എല്ലാം ഉണ്ട്. എന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിഫാം ആണ്. അത് കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എംഫാം,
ബിഫാം എംഫാം അതൊക്കെ എല്ലാവരും നമുക്ക് നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ഡിഗ്രി, പിന്നെ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ PhD ചെയ്തു. PhD കംപ്ലീറ്റ് ചെയ്ത് 5 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്ത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ട്രിവാൻഡ്രം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കേരളത്തിൽ തന്നെ അത്യാവശ്യം നമ്പർ 1 ആയിട്ടുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ നിന്നാണ് ഞാൻ PhD കംപ്ലീറ്റ് ചെയ്തത്. PhD കംപ്ലീറ്റ് ചെയ്ത് 5 വർഷം കൊണ്ടെന്ന് പറയുമ്പോഴത്തേനും ഈ 5 വർഷവും നമ്മളിങ്ങനെ, ഇറ്റ് വാസ് നോട്ട് എ ബെഡ് ഫുൾ ഓഫ് റോസസ് ഒന്നും ആയിരുന്നില്ല. ഒത്തിരി അധ്വാനവും കഠിനാധ്വാനവും ഇമോഷണൽ, മെന്റൽ, ഫിസിക്കൽ, ഒത്തിരി സ്ട്രെസ്, ഒത്തിരി ടോർച്ചറിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് PhD കിട്ടുന്നത്. അത് എനിക്കെന്നല്ല, ഒരു ഫുൾ ടൈം PhD ചെയ്തിട്ടുള്ള ആർക്കും അവരുടെ PhDയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു 10,000 കാര്യങ്ങൾ കാണും. അത്രയും കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് PhD കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ ഇത് ഇവിടെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതാണ് എനിക്കത് വീണ്ടും വീണ്ടും പറയാൻ വരുന്നല്ലോ. ഓക്കെ, അത് ഇനി പറയുന്നില്ല. എനിവേ, അപ്പൊ നമുക്ക് PhD കിട്ടുന്ന അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് PhD അവാർഡ് ചെയ്യാം. എന്റെ PhD അവാർഡ് ചെയ്തത് മണിപ്പാൽ യൂണിവേഴ്സിറ്റി എന്നാണ്. PhD അവാർഡ് ചെയ്യുമ്പം ഒരു PhD അവാർഡ് ചെയ്യുന്ന ഒരു ഘട്ടം വരെ എത്താനായിട്ട് നമ്മൾ കടന്നു പോകുന്ന ഒത്തിരി ഒത്തിരി പ്രയത്നങ്ങളുണ്ട്. അതിപ്പം നമ്മളിപ്പം സ്വർണം ഉരുക്കി അടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ, ഇങ്ങനെ സ്വർണം ഉണ്ടാകാൻ എന്തെങ്കിലും നമ്മളൊരു ഓർണമെന്റ് ഉണ്ടാക്കുന്നതിനും കമ്മലും മാലയൊക്കെ ഉണ്ടാക്കുന്നതിനും സ്വർണത്തെ നമ്മൾ ഒത്തിരി വാർത്തെടുത്ത് നമ്മളൊരു ഓർണമെന്റ് ഉണ്ടാക്കത്തില്ല. അതുപോലെ ആ ഒരു ഫൈനൽ ഓർണമെന്റ് ആണ് എനിക്ക് കിട്ടുന്ന ആ PhD അവാർഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു മെഡൽ എന്ന് പറയുന്നത്. ആ മെഡൽ കിട്ടാനായിട്ട് ഈ സ്വർണം കടന്നു പോകുന്ന പോലെ തന്നെ നമ്മൾ ഒത്തിരി പ്രയത്നത്തിലൂടെ, ഒത്തിരി ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയിട്ടാണ് ഒരു 5 വർഷം അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഫൈനലി നമുക്ക് PhD അവാർഡ് ചെയ്യുന്നത്. അപ്പൊ PhD അവാർഡ് ചെയ്ത് PhD നമ്മൾ റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വി ആർ എ കൈൻഡ് ഓഫ് സയന്റിസ്റ്റ് ആണ്. കാരണം PhDയിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം, 1-2 കണ്ടുപിടുത്തം നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. അത് ചുമ്മാ എന്തെങ്കിലും ഇപ്പൊ ഫുൾ ടൈം PhD നമ്മൾ ചെയ്യുമ്പം, എസ്പെഷ്യലി ഫ്രം മണിപ്പാൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ PhD അവാർഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ എന്തെങ്കിലും തട്ടിക്കൂട്ട് കണ്ടുപിടുത്തം കണ്ടുപിടിച്ചാൽ പോരാ. നമ്മൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം അതൊരു റിയൽ പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തം ആണെന്നും അത് എന്താ പറയുന്ന വാല്യുബിൾ ആണെന്നും ഉള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് PhDയുടെ ആ ഒരു കണ്ടുപിടുത്തം നമ്മൾ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണം. അതും വെൽ റെപ്യൂട്ടഡ് ജേർണൽസിലൊക്കെ നമ്മുടെ ആർട്ടിക്കിൾ പബ്ലിഷായി. ആ പബ്ലിഷ് ആകുമ്പോഴത്തേനും നമ്മൾ ജേർണൽ ആർട്ടിക്കിൾ അയക്കുമ്പോഴത്തേനും അതിനെ അനലൈസ് ചെയ്യാനായിട്ട് എൻ്റെ ആൾക്കാർ കാണും. അവരത് അനലൈസ് ചെയ്ത് കണ്ടുപിടുത്തം നല്ല കറക്റ്റ് ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അങ്ങനെ നല്ല നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ PhD നമുക്ക് അവാർഡ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ എൻ്റെ കണ്ടുപിടുത്തം 2-3 നല്ല പബ്ലിക്കേഷനിലൊക്കെ വന്ന് അങ്ങനെ ഫൈനലി അങ്ങനെയാണ് നമുക്ക് PhD അവാർഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ സയന്റിസ്റ്റ് പദവിയിലോട്ട് പതുക്കെ ഇങ്ങനെ എത്തിപ്പെടുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്നു, കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും പോസ്റ്റ് ഡോക്ടറൽ സയന്റിസ്റ്റ് ആയിട്ട് 1.5 വർഷത്തോളം വർക്ക് ചെയ്തു. അതും ഒട്ടും ഈസി ആയിരുന്നില്ല. PhDക്ക് എന്തോരം കഷ്ടപ്പാടി കൂടെ 5 വർഷം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിവിടെ 1.5 വർഷം PhD പോസ്റ്റ് ഡോക്ക് ചെയ്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ പോസ്റ്റ് ഡോക്ക് 1.5 വർഷവും ഈ PhDയുടെ അത്രയും അതിനേക്കാളും കൂടുതൽ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അതിപ്പോ ഞാൻ മാത്രമല്ല, എനിക്കറിയാവുന്ന ഒത്തിരി എന്റെ ഫ്രണ്ട്സ് ഇവിടെ പോസ്റ്റ് ഡോക്ക് ആയിട്ട് ഇപ്പോഴും 5-6 വർഷമൊക്കെ പോസ്റ്റ് ഡോക്ക് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ഓരോ ലാബിലും അവരൊക്കെ കടന്നു പോകുന്ന എന്തെല്ലാം ഹാർഡ്ഷിപ്സ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അമേരിക്കയിൽ സയന്റിസ്റ്റ് ഈസി ജോബ്, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സയൻസ് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ അങ്ങനല്ല. അപ്പൊ അത്രയും നമ്മൾ ഇവിടെയും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. അതിനുശേഷം 1.5 വർഷം പോസ്റ്റ് ഡോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ സയന്റിസ്റ്റ് ആയിട്ട് എന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നോബൽ പ്രൈസ് കിട്ടുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരാൾ മാത്രമല്ല സയന്റിസ്റ്റ്. ഇപ്പൊ നോബൽ പ്രൈസ് കിട്ടുന്ന ഒരാളുടെ ഒരു മേജർ ഫൈൻഡിങ് കാണുമായിരിക്കും. പക്ഷെ ആ നോബൽ പ്രൈസിലോട്ട് ഒരാൾ എത്തിപ്പെടുന്നതിന് മുന്നേ നമ്മളെപ്പോലുള്ള കുട്ടി കുട്ടി സയന്റിസ്റ്റുകൾ, ഈ ലോകമെമ്പാടുമുള്ള കുഞ്ഞു കുഞ്ഞു സയന്റിസ്റ്റുകൾ ചെറിയ ചെറിയ ഒരു മൈന്യൂട്ട് ഫൈൻഡിങ്സ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാണ് നമ്മളെല്ലാവരും ഈ ലോകത്ത് ഇങ്ങനെ സയൻസ് ഫീൽഡ് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു സയൻസിനെ ഗ്രോ ചെയ്യാനും പുതിയ ഇപ്പൊ ഞാനെന്നൊക്കെ പറഞ്ഞ ബയോളജിക്സ് ഫീൽഡാണ്. അപ്പൊ നമ്മളിങ്ങനെ മെഡിസിൻ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ ഉള്ള കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫീൽഡ് എന്താന്ന് പറയുമായിരുന്നെന്നുണ്ടെങ്കിൽ ഐ ആം ഇൻ ലൈക്ക്, നമുക്കിപ്പം ഡ്രഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മരുന്നിന്റെ ഒരു ഇൻഡസ്ട്രി കറന്റ്ലി കുറെ നാൾ മുന്നേ വരെ നമുക്ക് സ്മോൾ മോളിക്യൂൾസ് ആയിരുന്നു. സ്മോൾ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് മരുന്നുകളുണ്ടല്ലോ, പാരസെറ്റമോൾ അങ്ങനത്തെ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, സ്മോൾ മോളിക്യൂൾസ്. ഇപ്പൊ വേറൊരു കാറ്റഗറി ഉണ്ട്, ദാറ്റ്സ് കോൾഡ് ലാർജ് മോളിക്യൂൾസ് ഓർ ബയോളജിക്സ്.
അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇപ്പം നമ്മുടെ ജീൻ തെറാപ്പി, അല്ലെങ്കിൽ മോണോക്ലോണൽ ആന്റിബോഡീസ്, വാക്സിൻസ്, അതൊക്കെ ലാർജ് മോളിക്യൂൾസ് ആണ്. അപ്പൊ അങ്ങനത്തെ നമുക്കറിയാം, നമ്മളിപ്പോ ഏതെങ്കിലും വാക്സിനൊക്കെ നമുക്കിപ്പം കോവിഡ് വാക്സിനൊക്കെ കുത്തിവെച്ചപ്പോഴത്തേനും അതിനെതിരെ റിയാക്ഷൻ കാരണം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറ്റിയെന്നൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഓരോ വാക്സിൻ ഇതുപോലെയുള്ള ബയോളജിക്സ് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പം അതിനെതിരെ നമ്മുടെ ബോഡി പ്രതികരിക്കും. അപ്പൊ ആ പ്രതികരണത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരു വിങ്ങിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഈ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ മേഖലകളിലുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന ആള് മാത്രമല്ല, ആ മരുന്നിന്റെ ഒരു ചെറിയൊരു മോളിക്യൂൾ കണ്ടുപിടിച്ച് അത് ആദ്യമേ ആനിമൽസിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി, അതിന് മുന്നേ സെൽസിൽ, അത് കഴിഞ്ഞിട്ട് ആനിമൽസ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി, പിന്നെ ഹ്യൂമൻ സെൽസിൽ നോക്കി, പിന്നെ ഹ്യൂമൻ ബോഡിയിൽ നോക്കി, ഹ്യൂമൻ ബോഡിയിൽ അത് കൊടുത്തു അതിന് റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഇങ്ങനെ ഓരോ പല പല ഘട്ടത്തിൽ കൂടെ കടന്നുപോയിട്ടാണ് ഫൈനലി നമ്മളെല്ലാം കഴിക്കുന്ന ഒരു മരുന്ന് മാർക്കറ്റിൽ എത്തുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ കണ്ടുപിടുത്തത്തിന്റെ പിന്നിലും ഓരോ സയന്റിസ്റ്റിന്റെ ഹാർഡ് വർക്ക് ഉണ്ട്, ഒത്തിരി വർക്ക് അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ സയന്റിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രൊഫഷൻ വെറും എന്താ പറയുന്ന, ഓ എന്ത് സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. ഒരു സയന്റിസ്റ്റ് പൊസിഷനിലോട്ട് എത്തിപ്പെടാനായിട്ട് അതിന്റെ പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാനൊരു സയന്റിസ്റ്റ് ആയതുകൊണ്ടാണ് സയന്റിസ്റ്റ് പ്രൊഫഷനെ എനിക്കിന്ന് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞു. അപ്പൊ ഐ ഫെൽറ്റ് ഐ ആം റെസ്പോൺസിബിൾ ടു റിയാക്ട് ടു ദാറ്റ്. ആ ഒരു നെഗറ്റീവ് കമന്റിനെതിരായിട്ടല്ല കേട്ടോ. കാരണം ഇത് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ക്ലാരിഫൈ ദാറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ സയന്റിസ്റ്റ് ആയതുകൊണ്ട് സയന്റിസ്റ്റ് പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എല്ലാ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഇല്ലേ. ഈവൻ ഇഫ് നമ്മളിപ്പോ ഒരു സയന്റിസ്റ്റ് വലിയ അങ്ങനൊന്നും ആണെന്നില്ല, നമ്മളിപ്പം ഒരു ജാനറ്റർ പണി ചെയ്യുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഹൗസ് ഹെൽപ്പ്, വെരി സിമ്പിൾ ഒരു ഹൗസ് ഹെൽപ്പിനെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടില് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ഹൗസ് ഹെൽപ്പ് ഒരു ദിവസം ആ വീട്ടിൽ വരായിരുന്ന നിങ്ങളുടെ വീടിന്റെ അവസ്ഥ തിരിഞ്ഞു മറിഞ്ഞില്ലേ? ദാറ്റ് എവറി പ്രൊഫഷൻ ഹാസ് ഇറ്റ്സ് വാല്യൂ. അപ്പൊ ഞാൻ ഈ അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ആക്കിയിട്ടുള്ളതും എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഒരു പ്രൊഫഷനെ അവരിങ്ങനെ തലം എന്താ പറയുന്ന, നിങ്ങള് ഹൗസ് ഹെൽപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ അറ്റൻഡർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ആളല്ലേ. അങ്ങനെയുള്ള രീതിയിൽ ഇവിടെ അങ്ങനെ ആരെയും ഇങ്ങനെ വില കുറച്ച് കാണാറില്ല. ലൈക്ക് അത് എനിക്ക് ആദ്യമേ ഞാൻ മനസ്സിലായത് എനിക്ക് എപ്പോഴാന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ അമേരിക്കയിൽ 5 വർഷം മുന്നേ ആദ്യമേ ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേനും എന്റെ PI, ലൈക്ക് ഞാൻ പോസ്റ്റ് ഡോക്ക് ആയിട്ട് വന്നപ്പോ എന്റെ PI എന്ന് വെച്ചാൽ എന്റെ സാറ്, ഹീസ് എ ഡോക്ടർ ഹിയർ, നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള്. ആൻഡ് പുള്ളിയാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്തതും. നമ്മള് ഫസ്റ്റ് ഒരു റെസ്റ്റോറന്റിൽ കാപ്പി കുടിക്കാനായിട്ട് പോയി. കാപ്പി കുടിക്കാൻ പോയപ്പോഴത്തേനും അവിടുത്തെ നമുക്ക് കാപ്പി തരുന്ന ആളുണ്ടല്ലോ, ആ ആളെ പുള്ളി അഡ്രസ് ചെയ്തത് സാർ ക്യാൻ ഐ ഹാവ് എ കപ്പ് ഓഫ് കോഫി, സാർ എന്നാണ് ആ പുള്ളി എന്റെ സാറ് മറ്റേ ചായ എടുത്തരുന്ന ആളെ അഡ്രസ് ചെയ്ത്. അപ്പൊ അന്ന് എനിക്കത് അവിടെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. അതിനുശേഷം എനിക്ക് ഈ രാജ്യത്ത് മനസ്സിലായ ഒരു കാര്യമാണ്, ദർ ഇസ് നോ ഹൈറാർക്കി. നിങ്ങൾ ഇന്ന ജോലി ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങൾ ജാനറ്റർ ആണ്, നിങ്ങൾ സ്വീപ്പർ ആണ്, അങ്ങനെ ഒരു തരം തിരിവ് ഇവിടെ ഇല്ല. പിന്നെ എന്താന്ന് വെച്ചാൽ, ഇവിടെ പിള്ളേര് 18 വയസ്സാവുമ്പോഴത്തേനും അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ദേ വിൽ സ്റ്റാർട്ട് ടു ഏൺ ദെയർ ഓൺ ഇൻകം. അപ്പൊ ചിലപ്പം ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ വെയിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടോ, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ടോ, ഇങ്ങനെ കുഞ്ഞി നമ്മുടെ നാട്ടിൽ നമ്മൾ ലോ ക്ലാസ് ജോലി എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തരം തിരിച്ച് കാണുന്ന ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് ഇവിടെ ഉള്ള പിള്ളേര് സ്വന്തമായിട്ട് കുഞ്ഞിലേ തൊട്ട് ഏൺ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ ഫാമിലി, ലൈക്ക് അവരുടെ അപ്പനും ഡോക്ടറാണ്, അമ്മയും ഡോക്ടറാണ്, അവർക്ക് 5-6 പിള്ളേരുണ്ട്. അതിൽ മൂത്ത മോൻ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നല്ലപോലെ ഒത്തിരി പൈസ ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ മോൻ പുറത്തു പോയി എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പൈസ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ അവരുടെ മൂത്ത മോൻ 16 വയസ്സായപ്പോഴത്തേനും ഞാൻ കണ്ടതാണ്, ലൈക്ക് ഐ വെന്റ് ടു ദ ഹൗസ് വൺ ടൈം. അവൻ ജോലിക്ക് പോയിട്ട് വരുവാണ്. ലൈക്ക് ഹി വെന്റ് ടു ഒരു പിസ്സ ഫാക്ടറിയിൽ പിസ്സ ഉണ്ടാക്കിയിട്ട് അവൻ ഏൺ ചെയ്ത $10 അവൻ വന്നിട്ട്, അപ്പത്തേനും അവന്റെ പേരൻസ് പറയുന്നു, ലൈക്ക് അവരും പ്രൗഡാണ്, അവൻ അവിടെ പുറത്തു പോയി പിസ്സ ഫാക്ടറി പോയി പിസ്സ ഉണ്ടാക്കി അവൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തു എന്ന് പറയുന്നത് അവരും പ്രൗഡാണ്. അങ്ങനെ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഇവിടെ ഓരോ ജോലിക്കും
അതിൻ്റെതായിട്ടുള്ള വാല്യൂ അവർ കൊടുക്കുന്നുണ്ട്. കാരണം ഈ കുഞ്ഞിലെ തൊട്ടേ ഇവരിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കൊച്ച് കുഞ്ഞിലെ തൊട്ടേ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ജോലി പോയി ആ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ വലുതായി വേറൊരു ചിലപ്പം ഡോക്ടേഴ്സിന്റെ മോനായതുകൊണ്ട് തന്നെ ഇൻ ഫ്യൂച്ചർ ഹി വിൽ ബിക്കം, ഫോർ ഷുവർ ഹി വിൽ ബിക്കം എ ഡോക്ടർ. പക്ഷെ അവൻ ഡോക്ടർ ആയിരിക്കുന്ന സമയത്തും അവൻ ഒരു പിസ്സ ഫാക്ടറിയിൽ പിസ്സ ഉണ്ടാക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരിക്കലും അവൻ വില കുറച്ച് കാണത്തില്ല. കാരണം എന്താണ്, അവന്റെ ചെറുപ്പത്തിൽ അവൻ ഈ ജോലി ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ട് ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം വരാതിരിക്കാനുള്ള കാരണം അതാണ്. നമ്മൾ കുഞ്ഞിലേ തൊട്ട് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഓരോ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് ഉണ്ടെന്നുള്ള കാര്യം. സോ അപ്പൊ ഈ വീഡിയോ ആരും ഒരിക്കലും ഞാനൊരു നെഗറ്റീവ് കമന്റിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഞാൻ എത്ര ഉദ്ദേശിച്ചുള്ളൂ, ലൈക്ക് എവറി പ്രൊഫഷൻ ഹാസ് ഇറ്റ്സ് വാല്യൂ, വെദർ ഇറ്റ്സ് എ സയന്റിസ്റ്റ്, വെദർ ഇറ്റ്സ് എ ഡോക്ടർ, വെദർ ഇറ്റ്സ് എ സ്വീപ്പർ, വെദർ ഇറ്റ്സ് എ ജാനിറ്റർ, വെദർ ഇറ്റ്സ് എ, നിങ്ങളിപ്പം റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഏത് ജോലിക്കും അതിൻ്റെതായിട്ട് വാല്യൂ ഉണ്ട്. എല്ലാ ജോലിക്കും മുന്നിൽ അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. നമ്മൾ ആരെയും ഒരു വിധത്തിലും വില കുറച്ച് കാണാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എല്ലാ ദിവസവും ഞാൻ എന്താണ് ഈ കാറും എടുത്തോട്ട് എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്നുള്ളത്. ഞാൻ കാറും എടുത്ത് എവിടെയും പോവല്ല കേട്ടോ. കാരണം ഇതിന്റെ അകത്ത് എനിക്കിപ്പം ലൈറ്റ് സെറ്റിങ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പം എനിക്ക് നല്ല ലൈറ്റ് സെറ്റിങ്സ് കിട്ടും. ഞാൻ എക്സ്ട്രാ പോയിട്ട് ലൈറ്റ് സെറ്റിങ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നാച്ചുറൽ ലൈറ്റ് എനിക്ക് കിട്ടും. പിന്നെ ഇതൊരു നല്ലൊരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആണ്. അപ്പൊ എനിക്ക് കുറച്ചൊരു സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്റെ കാറാണ് ഇതെന്റെ ഫേവറേറ്റ് കംഫർട്ട് സോൺ ആണ്. അപ്പം അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ എന്റെ വീഡിയോസ് ഇപ്പം സ്ഥിരമായിട്ട് കാറിന്റെ അകത്ത് നിന്ന് എടുക്കുന്നത്. പിന്നെ ഞാൻ എന്റെ കാറിന്റെ അകത്ത് എടുക്കുന്ന വീഡിയോസ് കുറച്ച് റീച്ച് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എനിക്കൊരു ലാക്ക് ഫാക്ടർ ഈ കാറിനുണ്ടോ എന്നൊരു ചെറിയൊരു സംശയം. സോ ദാറ്റ്സ് ഓൾ. അപ്പൊ അത്രേ ഉള്ളൂ. 18 മിനിറ്റ് ആയി. 20 മിനിറ്റ് ആക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ നന്ദി എന്റെ ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോസ് കണ്ടതിനും അതിന് കമന്റ് അറിയിച്ച എല്ലാവർക്കും. ഐ എം താങ്ക് യു സോ മച്ച്. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.